എല്ലാവർക്കും KM TV കർണാട്ടിക് കീബോർഡ് ലെസൺ പാർട്ട് 10 സ്വാഗതം. ഞാൻ അജയ്കുമാർ ജി. അപ്പോൾ ഇന്ന് നമ്മൾ കർണാടക സംഗീതം എന്ന സുരേഷ് നാരായൺ സാറിൻ്റെ ബുക്കിലെ 31ാമത്തെ പേജിൽ കൊടുത്തിരിക്കുന്ന മന്ത്രസ്ഥായി അല്ലെങ്കിൽ കീഴ്സ്ഥായി വരിശകൾ എന്നുള്ള ലെസണാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒരു പ്രത്യേക അഭ്യർത്ഥന ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അനേകം ജീവൻ നഷ്ടപ്പെട്ടു, അനേകം പേർക്ക് വീടില്ലാതായി, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ടായി. ദയവായി എല്ലാവരും നിങ്ങളാൽ കഴിയുന്ന സഹായം നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നൽകണം. അത് വരും ദിനങ്ങളിൽ ഈ ഹതഭാഗ്യരായിട്ടുള്ള കുറേ ജനങ്ങൾക്ക് അത് സഹായകരമായി തീരും എന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ തന്നെ ഏതൊരു പ്രസ്ഥാനം വിജയിക്കണമെങ്കിൽ നമ്മൾ കൂട്ടായി ഒത്തുനിന്നെങ്കിൽ മാത്രമേ നമുക്ക് വിജയിപ്പിക്കാനൊക്കെ ഉള്ളൂ. അതിന് ഉത്തമമായ തെളിവാണ് വയനാട് ദുരന്തത്തിൽ നമ്മൾ കണ്ടത്. നമ്മുടെ ബഹുമാനപ്പെട്ട സൈനികരും പോലീസും ഫയർഫോഴ്സും ഫോറസ്റ്റ് സർവീസും നാട്ടുകാരും സന്നദ്ധ സേവകരും എല്ലാവരും കൂടി ഒത്തു പ്രയത്നിച്ചതിൻ്റെ ഫലമാണ് ഈ ദുരിതം ഒരു പരിധിവരെ നമുക്ക് നമ്മുടെ കൺട്രോളിലാക്കാനൊത്തത്. അപ്പോൾ ഞാനൊരു പാർട്ടിയുടെ വക്താവല്ല. എൻ്റെ വോട്ട് ചെയ്യുന്ന രീതി പോലും വേറെ രീതിയാണ്. ഞാൻ വോട്ട് ചെയ്യാൻ പോവാതിരുന്ന സമയങ്ങളുണ്ട്. വോട്ട് ചെയ്യുന്ന രീതി തന്നെ വ്യത്യാസമുണ്ട്. പക്ഷേ ഒരു ദുരന്തമുണ്ടായിക്കഴിഞ്ഞാൽ അതിൽ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും സഹകരിക്കണം. നിങ്ങളാലാവുന്ന സഹായം, അത് 1 രൂപയായിക്കോട്ടെ, അത് നിങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നൽകണം. അത് ഗുണപ്പെടും. അത് എല്ലാം നഷ്ടപ്പെട്ട ആ മനുഷ്യർക്ക് അത് ഗുണപ്പെടും. നിങ്ങൾ കണ്ടു കാണും. ഞാനിത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ കുറേ വീഡിയോ ചെയ്ത ന്യൂസ് നമ്മൾ കണ്ടതുകൊണ്ടാണ്. അത്രയ്ക്ക് കഷ്ടത അനുഭവിക്കുന്നുണ്ട് ആൾക്കാരെന്നുള്ളത് അറിയാം. എന്നാലാകുന്ന സഹായവും ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, എനിക്ക് യൂട്യൂബിൽ നിന്നും വരുമാനമൊന്നുമില്ല. എങ്കിൽ തന്നെ എൻ്റെ പോക്കറ്റിൽ നിന്ന് ഞാൻ വേണ്ടത് ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങളോട് പറയുകയാണ്. ചെയ്തത് എത്രയാണെന്നോ എന്താണെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. അന്നേരം എല്ലാവരും ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നിങ്ങളാലാകുന്ന സഹായം ചെയ്യുക. നന്ദി, നമസ്കാരം. അപ്പോൾ മന്ത്രസ്ഥായി വരിശകളിലെ 1ാമത്തെ വരിശ നമ്മൾ വായിച്ച് തുടങ്ങുന്നത് തന്നെ ഇടതു നിന്നും വലത്തേക്കാണ്. അപ്പോൾ അതെങ്ങനെയാണ്? 1ാമത്തെ വരിശ എന്ന് പറയുന്നത് സ നി ദ പ മ ഗ രി സ സ സ. അപ്പോൾ അതൊന്ന് നോക്കാം. 1ാമത്തെ വരിശയുടെ 1ാമത്തെ ലൈൻ സ നി ദ പ മ ഗ രി സ സ സ. 2ാമത്തെ ലൈൻ ഗ രി. ഈ രി വായിക്കരുത്. ഗ രി സ നി. നിങ്ങൾ സാ നീ വായിച്ചത് കണ്ടു കാണും. സാ നീ 2ാമത്തെ ഒക്ടീവിലുള്ള. അപ്പം ഗ രി സ നീ സാ രി ഗ മ സാ രി ഗ മ പ ദ നീ സ. അപ്പൊ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു.
ഫിംഗറിങ് നിങ്ങൾ ആദ്യം ഇത് തെറ്റ്, അതായത് സീക്വൻസ് വായിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിലെ ഫിംഗറിങ് ഉപയോഗിക്കാം. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് നോക്കാം. സാ നീ ദാ പ മാ ഗ രി സാ സാ സാ. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ലൈൻ ഗ രി സാ നി സാ രി ഗ മാ പ ദ നീ സാ. ഒന്നാമത്തെ വരിശ തീർന്നു. അപ്പോ നമുക്ക് രണ്ടാമത്തെ വരിശയും നോക്കാം. രണ്ടാമത്തെ വരിശയും ഇടതു നിന്നും വലത്തേക്കാണ് അതിന്റെ സഞ്ചാരം ഉള്ളത്. അപ്പൊ നമുക്ക് ഒന്ന് വായിച്ചു നോക്കാം. രണ്ടാമത്തെ വരിശ സാ നീ ദാ പ മാ ഗ രി സാ 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 ഗ രി സാ നി സാ സാ നി സാ സാ നി സാ രി ഗ മ പ മ ഗ രി സാ നി സാ രി ഗ മ സാ രി ഗ മ പ ധ നി സാ. അപ്പം ഒന്ന് നോക്കാം നമുക്ക്. സാ നീ ദാ പ മാ ഗ രി സാ സാ സാ. രണ്ടാമത്തെ ലൈൻ ഗ രി സാ നി സാ സാ നി സാ സാ നി സാ രി ഗ മ പ മ. ഈ സാരി ഗമ പമ എന്ന് വായിക്കുന്നതിന് 5 ഫിംഗർ നമ്മൾ ഉപയോഗിക്കണം. സാരി ഗമ പ മ. അതിനുശേഷം മൂന്നാമത്തെ ലൈൻ ഗ രി സാ നി സാ രി ഗ മ സാ രി ഗ മ പ ധ നി സാ. ഇങ്ങനെ വായിക്കണം. നിങ്ങൾ ഈ ഫിംഗറിങ് കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. 5 ഫിംഗറിങ് തീർക്കാവുന്നതാണെങ്കിൽ അത് ഇവിടെ തന്നെ 5 ഫിംഗർ കൊണ്ട് തീർക്കണം, അല്ലെങ്കിൽ മാത്രമേ ചേഞ്ച് കൊടുക്കാവൂ. അതുപോലെ സാ നി കണ്ടോ, തമ്പ് ഇൻഡെക്സ് ഫിംഗർ നീ അടുത്ത ഒക്ടീവില്ല. അതുപോലെ ഒരു വ്യക്തി എന്നോട് ചോദിച്ചു, സർ വൈറ്റേൽ അങ്ങ് വായിച്ചാൽ പോരായിരുന്നു. വൈറ്റേലും വായിക്കാം, പക്ഷെ രാഗം മാറും. നമ്മൾ പഠിക്കുന്നത് മായാമാളവിളമായതുകൊണ്ടാണ് സാരി ഗ മ പ ധ നി സാ ഇങ്ങനെ വായിക്കുന്നത്. ശങ്കരാഭരണമാണെങ്കിൽ സാരി ഗ മ പ ധ നി സാ ഇങ്ങനെയും വായിക്കാം. പക്ഷെ ശങ്കരാഭരണത്തിലല്ല ഇത് നമ്മൾ പഠിക്കുന്നത് ആദ്യം. അതുകൊണ്ട് തന്നെ 15ാം മേളകർത്ത പട്ടികയുടെ 15ാമത്തെ രാഗമായ മായാമാളകോള എന്ന രാഗത്തിൽ വേണം നമ്മളിത് പഠിക്കുവാൻ വേണ്ടി. അതുകൊണ്ടാണ് അങ്ങനെ വായിക്കുന്നത്. ആ ക്രമം തന്നെ പാലിക്കണം. ഇനി മൂന്നാമത്തെ വരിശ, അത് ആദ്യത്തെ ലൈൻ സാ നീ ദാ പ മാ ഗ രി സാ 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 ഗ രി സാ നി ദാ നി സാ നി സാ നി സാ രി ഗ മ പ മ ഗ രി സാ നി സാ സാ നി സാ സാ നി സാ രി
ഗ മ പ മ ഗ രി സാ നി സാ രി ഗ മ സാ രി ഗ മ പ ധ നി സ. അപ്പൊ അത് നമുക്കൊന്ന് നോക്കാം. സാ നി ധ പ മ ഗ രി സാ 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 ഗ രി സാ നി. ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. സാ കഴിഞ്ഞിട്ട് മന്ത്രസായിലെ നീയും ദായും നമുക്ക് വായിക്കേണ്ടത് കൊണ്ട് സാ നീ നമ്മുടെ മോതിര വിരൽ കൊണ്ട് വേണം ആ നീ വായിക്കാൻ. സാ നീ കണ്ടോ? സാ നീ സോറി പാ ഇല്ല. അപ്പം സാ നീ നീ സാ നീ സാ നീ സാരി സാരി ഗ മ പ മ. അതിനുശേഷം ഗ രി സാ നി സാ സാ നി. അതിങ്ങനെ വായിച്ചാലും മതി. ഒന്നുകിൽ സാ സാ നി അല്ലെങ്കിൽ സാ നി. അത് ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ട് സാ നി ഇങ്ങനെ വായിച്ചാലും മതി. സാ നി സാ സാ നി സാ സാ നി സാ രി ഗ മ പ മ ഗ രി സാ നി സാ രി ഗ മ സാ രി ഗ മ പ ധ നി സ. അപ്പോ നിങ്ങൾ ഇത് കണ്ടു കാണും. ഇനി അടുത്തതിനകത്ത് രണ്ടാമതൊരു ലൈനൂടെ കൂടി വരും. അത്രയും വ്യത്യാസമേ ഉള്ളതിന്. ബാക്കി എല്ലാം സെയിം തന്നെയാണ്. അതായത് സാ നീ ധ പ അഞ്ചാമത്തെ മാ ഗ രി സാ 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 ഗ രി സാ നി ധ പ ധ നി സാ രി ഗ സാ നി സാ രി ഗ മ പ മ. അപ്പൊ അത് നമുക്ക് നോക്കാം. ആ രണ്ട് ലൈനും വായിക്കുന്നത് എങ്ങനെയാണ്. സാ നി ധ പ മ ഗ രി സാ 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 ഗ രി സാ നി ധ പ. ഒന്നുകൂടെ കാണിച്ചു തരാം. ഗ രി സാ നി ധ പ ധ നി സാ നി സാ രി ഗ മ പ മ. മൂന്നാമത്തെ ലൈൻ നമ്മള് മേളിൽ മൂന്നാമത്തെ എക്സസൈസ് നമ്മൾ വായിച്ചതാണ്. അത് തന്നെ റിപ്പീറ്റ് ആവുക. അതായത് ഗ രി സാ നി കണ്ടോ? ധ നി സാ നി സാ നി സാ രി ഗ മ പ മ ഗ രി സാ നി സാ സാ നി സാ സാ നി സാ രി ഗ മ പ മ ഗ രി സാ നി
സാരി ഗ മ. വീണ്ടും സാരി ഗ മ പ ധ നി സ. ഞാൻ എന്തിനാണ് വളരെ സ്ലോയി കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിംഗറിങ് കണ്ട് മനസ്സിലാക്കി നിങ്ങൾ വായിക്കണം. അതുകൊണ്ടാണ് ഇത് വളരെ സ്ലോയിൽ പോകുന്നത് നമ്മൾ. അപ്പം അല്ലെന്ന് വരി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നേരെ സ നീ ധ പ മ ഗ രി സ സ സ. ഇങ്ങനെ ഞാൻ കാണിച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാകുകയില്ല. അതുകൊണ്ട് ഓരോ ഫിംഗറിനും ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇവിടുന്ന് തുടങ്ങണം. 4ാമത്തെ ഒക്ടീവ് ആണ് നമ്മുടെ മേൽസ്ഥായി വരുന്ന. അതെ, മേൽസ്ഥായി വരുന്ന ആ സായിൽ നിന്ന് തുടങ്ങും. സാനി ദ പ മ ഗ രി സ സ സ ഗ രി സ നീ ധ പ. കണ്ടല്ലോ അത്? ഒന്നുകൂടെ ഞാൻ കാണിക്കാം. ഗ രി സ നീ ധ പ. ഇത്രയേ ഉള്ളൂ. ഇത്ര നിങ്ങളെ ഫിംഗറിങ് പഠിച്ചു കഴിഞ്ഞാൽ എക്സസൈസ് മുഴുവൻ വായിക്കാം. അപ്പൊ ഞാൻ മുഴുവനും കാണിച്ചു തന്നിട്ടുണ്ട്. ഈ രണ്ടാമത്തെ ഒക്ടീവിലേക്ക് പോകുന്നതും നമ്മൾ കാണിച്ചിട്ടുണ്ട്. പിന്നെ വെസ്റ്റേൺകാരുടെ രീതിക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് ഈ ഫിംഗറിനും വെച്ച് ഇത് വായിക്കാം. പക്ഷെ കർണാട്ടിക്കിൽ അത് ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ആകെ പോകുന്നത് മന്ദിരസ്ഥായിയിൽ വരെ പോയിട്ട് പിന്നെ നമ്മൾ പോയിട്ട് താരസ്ഥായി വരെ പോകുന്നുള്ളൂ. അതിന് മേപ്പോട്ടുള്ളത് വളരെ കുറവാണ് പിന്നെ വരുന്നത്. അതിതാരസ്ഥായിലേക്കുള്ള വളരെ കുറവാണ് വരുന്നത്. അപ്പോൾ ഈ രീതിക്ക് നിങ്ങളിത് പഠിച്ചാൽ മതി. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. മന്ദിരസ്ഥായി വരിശകൾ മുഴുവൻ നമ്മൾ തീർത്തു. ഇനി അടുത്ത ക്ലാസ് മുതൽ നമ്മൾ പഠിക്കുന്നത് ജണ്ടവരിശകളാണ്. അപ്പോൾ ആ ജണ്ടവരിശ വായിക്കുന്ന രീതി വേറെയാണ്. അത് ഞാൻ പിന്നെ കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ കീബോർഡ് വേണം. മിനിമം 5 ഒക്ടീവിൻ്റെ ഒരു കീബോർഡ് വാങ്ങിക്കുക. എന്നിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇത് ഞാൻ സീക്വൻസ് ആയിട്ട് ഇടാം. നിങ്ങൾക്ക് അവസാനം കീർത്തനങ്ങൾ നല്ലപോലെ കീർത്തനവും കൃതിയും ഒക്കെ വായിക്കാൻ ഒക്കും. ആ വിശ്വാസം എനിക്കുണ്ട്. പിന്നെ ഈ കാണിച്ചു തരുന്ന ഫിഗർ പാറ്റേൺ ദാറ്റ് ഈസ് ഓൺലി ഫോർ ട്രെയിനിങ്. മുന്നോട്ട് ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് മാറ്റാം. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പം അടുത്ത ഒരു ക്ലാസ്സുമായിട്ട് വരുന്നിടം വരെ തൽക്കാലത്തേക്ക് ഞാൻ നിങ്ങളോടെല്ലാം വിട പറയുന്നു. നന്ദി, നമസ്കാരം.